ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട്, എന്നാലും മുറ്റൊന്നും നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അടുക്കളയിലത്തെ പണികൾ ചെയ്യണേക്കാൾ മുമ്പ് ഇന്ന് മുറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തോട്ട് പോയതാ. ഞങ്ങളുടെ സപ്പോർട്ടയുടെ കൊമ്പൊക്കെ ടൈലുമ്മലേക്ക് ഇങ്ങനെ വളർന്ന് വന്നിട്ട് ടൈലുമൊക്കെ നിറച്ച് ഇല വീഴുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നാശമാവുക. അപ്പോൾ അതൊക്കെ വെട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ വെട്ടി കഴിഞ്ഞിട്ട് അവിടെ ഒന്നും അടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും മഴ പെയ്ത്. അപ്പോൾ അതങ്ങനെ അടിച്ചു കഴിഞ്ഞു. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ഫ്രണ്ടൊക്കെ നിറച്ച് ഈ പ്രാണികൾ വീണിട്ട് അതൊക്കെ കിടക്കണം. അപ്പോൾ അതും കൂടി അടിക്കാമെന്ന് വിചാരിച്ച്. ഫ്രണ്ടിലൊരു ബൾബ് ഉണ്ട് കേട്ടോ, അതിൻ്റെ അടിയിൽ പല്ലി വന്നിരിക്കും. അവിടെ വന്നിരുന്ന് പല്ലിക്കാട്ടം താഴത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. എപ്പോഴും അത് ചൂലുകൊണ്ട് അടിച്ചു കളയാൻ നിൽക്കണം, അല്ലെങ്കിൽ ഉറുമ്പ് വരും. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ട്? അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. എന്നും ചെയ്യുന്ന പണികൾ സ്ഥിരം ചെയ്ത് തുടങ്ങുകയാണ്. പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ഒതുക്കി വെച്ചിട്ട് പിന്നെ അടുക്കളയിലത്തെ പണിക്ക് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒന്നും സ്പേസ് ഉണ്ടാവില്ലല്ലോ നമുക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം തുടച്ച് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവും ചെയ്യണത്. എന്നാലും ഞാനപ്പോൾ ഇങ്ങനെ എടുത്ത് പറയണമെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കണം എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങളുടെ പപ്പടം പൊരിച്ചിടുന്ന ടിന്നാണ് കേട്ടോ. ഇവിടെ പപ്പടം ഇഷ്ടമുള്ളവരാണ് രണ്ടാളും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും പപ്പടം പൊരിച്ചിടും, ഈ ടിന്നിലിട്ട് വെച്ചേക്കും. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി പപ്പടം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നിന്ന് മേടിക്കണതാണ് പപ്പടം. അപ്പം അങ്ങനെ അതൊക്കെ കഴുകി വെക്കണം. ഇന്നിപ്പോൾ പപ്പടം പൊരിച്ചതൊക്കെ തീർന്നു. ഇനിയിപ്പോൾ രണ്ടാമത് പൊരിച്ചിട്ട് വേണം. അപ്പോൾ അത് കഴുകി വെച്ചില്ലെങ്കിൽ ഇരുന്ന് മണം അടിക്കില്ലേ, കറച്ച മണം വരില്ലേ. അപ്പോൾ അതന്നെ അതൊക്കെ ആദ്യം തന്നെ കഴുകി അവിടെ ക്ലീൻ ചെയ്ത് വെച്ച്. അപ്പോഴേക്കും മോള് വരാറായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വരുമ്പോൾ കൊടുക്കണം. ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും മതിയെന്നാൽ പറയുള്ളൂ. അപ്പോൾ മുന്തിരിയ, അങ്ങനെ മാങ്ങ, വാട്ടർമെലണ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ മാങ്ങ നല്ല നീലം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള മാങ്ങയല്ലേ ഇപ്പോൾ കിട്ടുന്ന മാങ്ങ, നല്ല മാങ്ങയായിരുന്നു. അപ്പോൾ അതിൻ്റെ സീഡ് കണ്ടില്ലേ, തീരെ കട്ടിയില്ലാത്തൊരു സീഡ്. അപ്പോൾ സീഡൊക്കെ ഞാൻ കഴിക്കണ്ട, സീഡ് കഴിക്കല്ല, സീഡ് പോലത്തെ കഴമ്പൊക്കെ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ ഇത്തിരി ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ മോള് വന്നിട്ടുണ്ട്. മോളുടെ പാത്രമൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കഴുകാനുള്ളത്. അപ്പോൾ ഇത്തിരി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വറക്കും. അപ്പോൾ അതിൽ വറുത്തതാണ് കപ്പലണ്ടി, നമ്മൾ മസാല കപ്പലണ്ടി വറക്കില്ലേ, അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വറക്കുള്ളൂ. അപ്പോൾ അത് കഴിച്ച് അതും കൂട്ടി ചായ കുടിക്കുകയാണ്. അപ്പോൾ പുറത്ത് ഇപ്പോൾ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും മഴ തുടങ്ങാൻ പോകാണെന്ന് തോന്നുന്നുണ്ട്. മോളെ പാത്രമൊക്കെ കൊണ്ടുവന്നു. പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം, അല്ലെങ്കിൽ അധികം നേരം ഇരുന്നാൽ കൂടുതൽ മണ്ണെടുക്കില്ല. അപ്പോൾ അതൊക്കെ വേഗം കഴുകി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒഴിച്ച് വെച്ചാൽ പിന്നെ വേസ്റ്റ് ഇരുട്ടാവണേക്കാൾ മുമ്പ് കളയില്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി പുറത്ത് കളയാൻ പറ്റും. അപ്പോൾ അത് തന്നെ വേഗം അതൊക്കെ ഒഴിച്ചു വെക്കണം ഇരുട്ടാവണേ മുമ്പ്. അപ്പോൾ ടൗലിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകണത്. എല്ലാവരും ടൗലിൽ തന്നെ പൊതിയായിരിക്കും, എന്നാലും ചിലർ ടൗലൊന്നും പൊതിയാന്ന് കാണാറില്ല. ഇത് എന്നും രണ്ടുപേരും സ്കൂളിൽ പോകുമ്പോഴും ടൗലിൽ പൊതിഞ്ഞിട്ട് തന്നെ കൊണ്ടുപോകാറ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ കഴുകി വെക്കണം. എന്നിട്ട് വേണം ഇനി അടുത്ത പണികൾ, നാളേക്കുള്ള എന്തെങ്കിലുമൊക്കെ നുറുക്കി വെക്കണം. വാട്ടർ ബോട്ടിലാണ് കൊണ്ടുപോകുള്ളൂ കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ വെള്ളം, നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളം കിട്ടണതിന് ഇപ്പോൾ വെള്ളം കൊണ്ടുപോക്കില്ല. അപ്പോൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയിട്ട് അതിൽ നിറച്ച് വെച്ചിട്ട് കുടിക്കുക ചെയ്യുക. അപ്പോൾ അത് കാരണം ആ ലോഡ് കുറഞ്ഞ, അല്ലെങ്കിൽ ബാഗിന് നല്ല ലോഡാവില്ലേ കൊണ്ടുപോകുമ്പോൾ, ബുക്സും ഇതെല്ലാതും കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ചീനച്ചക്ക, ഇവിടെ ഞങ്ങളൊക്കെ പറയുക കടച്ചക്ക എന്ന് പറയാം. അപ്പോൾ കടച്ചക്ക നിലക്ക് മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാൻ പറഞ്ഞിരുന്നു എന്നോട്. കടച്ചക്ക വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഉള്ളിയൊക്കെ കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാലിലാണ് ഞാൻ വയ്ക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിലിരിക്കും. അപ്പോൾ അത് കറി വയ്ക്കാൻ വേവിച്ച് വെക്കാമല്ലോ. ഇന്ന് നമുക്കൊരു വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എടുത്തിട്ട് അത് കറി വെച്ചാൽ മതിയല്ലോ. അല്ലാണ്ട് ഞാൻ നേരിട്ട് കറി വേവിച്ചിട്ടല്ല, വേവിച്ചത് മീൻസ് കറിയിൽ കൂടെ തന്നെ ഇട്ട് വേവിക്കല്ല ചെയ്യുക. ഞാൻ കടച്ചക്ക വേവിച്ചതിന് ശേഷം മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതുമേണെങ്കിൽ നിറച്ച് പശ ഉണ്ടായിരുന്നു. അധികം മൂത്തിട്ടില്ലാത്ത ചക്കയായ കാരണം തോന്നുന്നുണ്ട്. കത്തിയും അവിടെ താഴത്തും ഒക്കെ പശ, ചക്ക മുറിച്ച പോലെയായിരുന്നു.
പശയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൈ ആദ്യം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അത് നുറുക്കാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് പശയായിരുന്നു. അപ്പോൾ കൈയൊക്കെ വെളിച്ചെണ്ണയൊക്കെ പരട്ടി ക്ലീൻ ചെയ്ത് ഇത് കഴുകി നമ്മൾ വെള്ളത്തിലോട്ട് നുറുക്കി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരെ കറക്കാണ്ടിരിക്കും, കറുത്ത നിറത്തിൽ വരില്ല. അത് കാരണം ഞാൻ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അത് കുക്കറിലിട്ട് ഒരു വിസിൽ കളഞ്ഞ് വെച്ചാൽ മതി, എപ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ഇട്ടിട്ട് ഒരു വിസിൽ കളയാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നാളേക്കുള്ള ഒരു പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പഴം, എനിക്ക് വിശന്ന് തുടങ്ങി. ഉച്ചയ്ക്ക് ഞാൻ ചോറല്ലല്ലോ കഴിക്കുന്നത്, എന്തെങ്കിലും ഉപ്പേരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കഴിക്കുക. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേനൊന്ന് വിശക്കും. അപ്പോൾ വിശക്കണ നേരത്ത് റോബസ്റ്റ് പഴം കഴിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന് പഴം കഴിച്ചതാണ്. അപ്പോൾ നാളികേരം ഞാൻ ഒരെണ്ണിട്ട് മുറിക്കാൻ മീൻസ് വെട്ടിയപ്പോൾ അതിൻ്റെ വെള്ളം പൊട്ട വെള്ളമായിരുന്നു. വായിൽ വെച്ചപ്പോഴും അറിഞ്ഞത് കേടായ നാളികേരമാണെന്ന്. ഇങ്ങനെ പറ്റാറുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അപ്പോൾ ഞാൻ അത് അങ്ങനെ വേറൊരു നാളികേരം എടുത്ത് പൊട്ടിച്ചപ്പോൾ അതിൽ തീരെ വെള്ളമില്ല, അതും കേടായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ നാളികേരം എടുത്തപ്പോഴാണ് നല്ല നാളികേരം കിട്ടിയത്. ഇത് നമ്മളിങ്ങനെ തൊണ്ടില്ലാണ്ട് മേടിക്കുന്ന നാളികേരമായ കാരണം അതിൻ്റെ ആ കണ്ണില്ലേ, കണ്ണ് ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളമൊലിച്ച് അത് നാശമാവണം വേഗം. ഇപ്പോൾ പറമ്പുകളൊക്കെ വിറ്റ് പോയ കാരണം ഇപ്പോൾ നാളികേരം പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ നാളികേരമാണല്ലോ കിട്ടുക. അപ്പോൾ അത് ഞാൻ നല്ല നാളികേരം നുറുക്കി മിക്സിയിൽ ജാറിലോട്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുക്കുക, ക്രഷ് ചെയ്തെടുക്കുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് പകർത്തി ഫ്രിഡ്ജിൽ വെച്ച്, ഇത്രയും വേണ്ടല്ലോ നാളെ കറിക്ക്, ഒരു നാളികേരം മുഴുവൻ വേണ്ട, നല്ല നാളികേരമായിരുന്നു, നല്ല വലിപ്പമുള്ള നാളികേരമായിരുന്നു. അപ്പോൾ ഒരെണ്ണം മുഴുവനും വേണ്ട. അപ്പോൾ അതിന് പകുതി ഞാൻ പകർത്തി ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഉപ്പേരികൾക്കോ എന്തെങ്കിലും പാല് പിഴിയാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ കൊണ്ട് വയ്ക്കും. ബാക്കിയുള്ള നാളികേരം പിഴിഞ്ഞ് നാളത്തേക്ക് പാലെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നാളെ ഇനി എളുപ്പപ്പണിയായില്ല. മസാലയൊക്കെ കൂട്ടി കടച്ചക്ക അതിലിട്ട് വേവിച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കറി പെട്ടെന്ന് തന്നെ റെഡിയാവും, രാവിലെ നേരത്തെ പോകാനുള്ളതല്ലേ. അപ്പോൾ ബാക്കിയുള്ള കേടായ നാളികേരമൊക്കെ ഞാൻ ഇതേപോലെ പൂളാക്കി എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ബയോഗ്യാസിൽ ഇട്ട് കൊടുക്കുക, അപ്പോൾ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് അതിലിട്ട് കൊടുത്ത്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് കളയാൻ വന്നതാണ് കേട്ടോ. മഴ ഉണ്ടായിരുന്നു, മഴ ഒന്ന് തോർന്നപ്പോൾ ഞാൻ വേഗം വന്ന് വേസ്റ്റൊക്കെ കളഞ്ഞ് വേഗം ഉള്ളിലോട്ട് പോയി. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു, അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇനി അപ്പോഴേക്ക് ഇരുട്ടായി ബാങ്ക് കേട്ടു. അപ്പോൾ ഞാൻ പോയി ലൈറ്റൊക്കെ ഇട്ടതാണ്, പുറത്ത് ലൈറ്റും അകത്ത് ലൈറ്റൊക്കെ ഇട്ട് വെച്ച്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാവുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവണ സമയമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനിക്ക് വരുമ്പോൾ വളരെ ലേറ്റ് ആവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്